ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് കൺവേർഷൻ്റെ ഏരിയയാണ്. അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ചോദിക്കും ഇൻഡിവിജ്വലി. കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പിന്നീട് ഞാനത് ഇങ്ങനെ പറയിപ്പിച്ചെടുക്കും. ഇവിടെ വരുത്തിയിട്ട് ഓർത്ത് നോക്കാം. ഇന്ന് എന്തായാലും ക്ലാസ് ഒന്ന് മൂവ് ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ അടുത്ത് റാൻഡായിട്ട് ചോദിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ടതാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ മെമ്മറിയിലേക്ക് വരിക എന്നുള്ള ഒരു ഏരിയ ആണ്. ഒരാളോട് ചോദിക്കുമ്പോൾ മറ്റേ ആൾ ക്ലോസ് ചെയ്ത് പറയരുത് കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലോറോ ഇതേനാണ്. ഈഥീൻ വേണം ലാസ്റ്റ് ഇവിടെ പറയാൻ തോന്നും. ക്ലോറോ ഇതീൻ ടു ഈഥീൻ എന്താണ് ചെയ്തത്? ആൽക്കഹോളിക് ഏവേഴ്സ് അല്ലെ? അതിന്റെ ബീറ്റ എലിമിനേഷൻ ആണ് വേണ്ടത്. എനിക്ക് സിയിൽ പോയിട്ട് OH വേണം. അക്വസ് ഏവേഴ്സ് റൈറ്റ് ആണ് ആക്ച്വലി. നെക്സ്റ്റ് സിയിൽ പോയിട്ട് എനിക്ക് ഐ വേണം. എനിക്ക് ക്ലോറിൻ പോയിട്ട് ഐ വേണം. ഇവിടെ ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. ഫിംഗൽസ്റ്റീൻ ഓർ സ്വാട്സ്. വീണ്ടും തിരിച്ചു വരുമ്പോൾ ചോദിക്കും ഇങ്ങനെ ബാക്ക് ചെയ്ത് വരും. ട്രയസിറ്റോൺ ഉണ്ട്. അതിനോടൊപ്പം വേറെ ആളുണ്ട്. NaI കേട്ടോ. ഓർത്ത് നോക്കാം. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ NaI കേട്ടോ. ആ ചാർട്ടിലില്ല അല്ലേ? ചാർട്ടിലുണ്ടോ? ഇല്ല. ഓർത്ത് നോക്കാം. പക്ഷെ നെയിമിംഗ് റിയാക്ഷനും ചേർത്ത് പഠിച്ചേക്കണം. NaI കേട്ടോ. ഓർത്ത് നോക്കാം. NaI ആൻഡ് ട്രയസെറ്റോൺ ചേർത്ത് ചെയ്യുമ്പോൾ എന്ത് വരും? CH3 CH2 I. ഇത് F ആകണമെങ്കിൽ, ഇവിടെ F ആകണമെങ്കിൽ എന്ത് വേണം? സ്വാട്സ്. ഏതായിരിക്കും അത്? AgF. ആ ചാർട്ടിൽ ഇല്ല. പക്ഷെ എങ്കിലും ഈ നെയിമിംഗ് റിയാക്ഷൻസ് കൂടി അതിലോട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആൽക്കഹോളിക് വെച്ച് വന്നാൽ ആൽക്കീന വരിക. ബീറ്റ എലിമിനേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും? ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അക്വസ് കേവേഴ്സ് അല്ലേ? അക്വസ് കേവേഴ്സ് പോയിച്ചായി. ഓൺലൈനിൽ ഇരിക്കുന്ന റയാൻ, എനിക്ക് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ OH പോയിട്ട് സീല വേണം. റയാൻ OH പോയിട്ട് സീലായിരിക്കണം. OH കൺവേർട്ട് ചെയ്തിട്ട് സീലാക്കണം. റയാൻ എല്ലാവരും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കി. ഓർത്ത് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം. OH മാറിയിട്ട് എനിക്ക് Cl വേണം. എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പറയാൻ നോക്കുക. അറിയാൻ വീഡിയോ ഒന്ന് പറയുന്നുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായില്ല. ഓക്കെ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇഗ്നാഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പറഞ്ഞു OH കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് Cl വേണം. SOCl റൈറ്റ് ആണ് കേട്ടോ. SOCl then SOCl ആഡ് ചെയ്യുമ്പോൾ CH3 CH2 Cl ആയി. then അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. എന്താ അറിയാം? Na and dry. Na and dry ചെയ്ത്
ഡ്രൈ ചെയ്തിടാം. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ അടുത്ത് കൺവേർഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ, പുതിയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരിൻ, അതുപോലെ ആൽക്കഹോൾ ഫിനോളാനീത്, ഈ ചാപ്റ്ററുകളിൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് ആക്ച്വലി വരുന്നത്. അതാണ് ആ ചാപ്റ്ററിന്റെ ടഫ്നെസ്. ആ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷനും നിങ്ങൾ ഓർഡറിൽ പഠിച്ചാൽ പോലും മാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അതർവൈസ് നിങ്ങൾ ബോർഡിന്റെ എക്സാമിന്റെ സമയത്ത് കഷ്ടപ്പെടും. അവർ ചോദിക്കുന്നത് എന്തിന്ന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആദ്യം ചെറിയ ഡിവിഷനിൽ നമ്മളിങ്ങനെ പഠിക്കുന്നു. ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഒക്കെ അല്ലേ നിങ്ങളുടെ അടുത്ത് വരും. അത് ഓക്കെ ആയി കഴിയുമ്പോൾ അടുത്ത വ്യൂയിലേക്ക് വരും. നിങ്ങൾക്ക് ചെസ് കളി അറിയാലോ അല്ലെ? ചെസ് കളി എന്ന് പറയുന്ന സമയത്ത് ഒരു ഫസ്റ്റ് മൂവ്മെന്റ് വന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം അവൻ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യും, എന്നാൽ മാത്രമാണ് ലാസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക്. നമ്മൾ ആദ്യം ഇപ്പൊ കയറി നിന്നിട്ട് നമ്മുടെ എന്താണ് റഷ്യയിലൊക്കെ ഉള്ള അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ചെയ്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ആ വ്യൂയിലേക്ക് എത്തും. പതുക്കനെ ചെറിയ സ്റ്റെപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരു ഗെയിം പോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പതുക്കനെ വരും കേട്ടോ. ഓർത്തോക്കുക. അതുകൊണ്ട് ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. ഓർത്തോക്കുക. എന്നാൽ മാത്രമാണ് അടുത്തതിലേക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. കുറെ ഇങ്ങനെ തന്നിട്ട് കാര്യമില്ല. മനസ്സിലാവും? ഇതെല്ലാവരും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിൽ ഒരു വേറെ ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് എടുക്കും, അത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിൽ ട്രിക്ക് മനസ്സിലാക്കി തുടങ്ങും. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തുടങ്ങാൻ പറ്റും കേട്ടോ. ഓർത്തോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആ ചാർട്ട് ഒന്ന് ചോദിക്കും. ഇന്ന് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി തുടങ്ങാണ്. അയാൾക്ക് എക്സാം ഉണ്ട് അല്ലെ? ഇലക്ട്രോ കെമിസ്ട്രി വേണമെന്ന് പറഞ്ഞു. ഹാലോൽക്കേൻ അങ്ങനെ മാർക്ക് പറഞ്ഞാൽ പിടിച്ചിരിക്കും കേട്ടോ. ടെക്സ്റ്റുകള് ഇതില് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ബുക്ക് കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് തുടങ്ങാം. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ. ഹെഡിങ് എഴുതുക ഇലക്ട്രോ കെമിസ്ട്രി. വേണ്ട നമ്മൾ എന്തായാലും തിരിച്ചു വരാനുണ്ട് കേട്ടോ. നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി കൂടി എടുത്തു കഴിഞ്ഞാൽ 4 ചാപ്റ്റർ ആവും. അങ്ങനെ 4 ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും റിവിഷൻ അങ്ങ് തുടങ്ങും കേട്ടോ. നോക്കാം. ഇൻഡിവിജ്വലി നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക ബാക്കിലെ ക്വസ്റ്റ്യൻസുകൾ ഓരോ ചാപ്റ്ററിന്റെയും. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും കണ്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. അവിടെ നിന്ന് ഒന്ന് പതുക്കനൊന്ന് എന്താ പറയാ സ്ലോ ആവും നമ്മൾ എടുക്കുന്ന പോർഷൻസ്. പക്ഷെ എടുത്തു കെമിക്കൽ കാൻഡിസ് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റാവുന്ന ചാപ്റ്ററാണ്. അത് ചിലപ്പോൾ ഈ സൈഡിൽ കൂടി ഒന്ന് പൊക്കോളും. പക്ഷെ ആന്റിഗൈഡ് ആൻഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആ ചാപ്റ്റർ ഒന്ന് പതുക്കനെ അത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ ആക്ച്വലി കേട്ടോ. നോക്കാം. നമുക്കൊരു ചാപ്റ്റർ 5 ചാപ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 50% ആയി അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ ഓർത്ത് വെക്കാം. ഹെഡിങ് എഴുതി കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രി. എല്ലാ ക്ലാസ്സിലും ചോദിക്കോട്ടോ. എല്ലാ ക്ലാസ്സിലും കൺവേർഷന്റെ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ചോദിക്കും. ആ ഇതില് കുറച്ച് നിങ്ങൾ 1-2 വെച്ച് പഠിച്ചു തുടങ്ങിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കും. എല്ലാ ദിവസവും കുറച്ചെങ്കിലും നിങ്ങൾ ഇൻപുട്ട് ഇട്ടിട്ട് സൈഡിൽ പാരലായിട്ട് അങ്ങനെ കൊണ്ടുവരണം. എങ്കിൽ ക്ലിയർ ആയിക്കോളും കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ടോട്ടൽ കണ്ടന്റുകൾ ഒന്ന് ഓർഡറിലൊന്ന് പറയാം. ഇലക്ട്രോ കെമിസ്ട്രിയില് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാനിയൽ സെൽ ആണ് ആക്ച്വലി വരും. ഡാനിയൽ സെൽ ഓർത്ത് നോക്കാം. ഡാനിയൽ സെൽ. ഇപ്പൊ ചാപ്റ്ററിൽ ടോട്ടൽ കണ്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കെമിക്കൽ എനർജി കൺവേർട്ട് ടു എന്തായിരിക്കും ഇലക്ട്രിക്കൽ എനർജി. അതാണ് നമ്മുടെ ബാറ്ററി. കെമിക്കൽ എനർജീനെ നമ്മൾ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ എനർജി. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും, അവിടെ നിന്ന് ഇലക്ട്രിക്കൽ എനർജി വരും. അതാണ് ആ ചാപ്റ്ററിൽ ആദ്യത്തെ ഒരു 80% ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ്? കെമിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബാറ്ററീസ് ഏതൊക്കെയാണ്? അല്ലെ? ലിഥിയം അയൺ ബാറ്ററി ഏതിൽ ഉപയോഗിക്കുന്നതാണ്? ഫോണിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമുക്ക് പഠിക്കാനില്ല. ഇത് ഉണ്ടാക്കിയ സമയത്ത് ലിഥിയം അലുമിനിയം ബാറ്ററി അധികം കോമൺ ആയിരുന്നില്ല. അതുകൊണ്ട് അതില്ല. ആദ്യത്തെ ബാറ്ററികളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി. അതിന്റെ പേരെന്താ? ട്രൈസെൽ. അതിനെ വിളിക്കുന്ന പേര് ട്രൈസെൽ ഓർ ലെക്ലാഞ്ചർ സെൽ കേട്ടോ. ഓർത്ത് നോക്കാം. ലെക്ലാഞ്ചർ സെൽ കേട്ടോ. ഓർത്ത് നോക്കാം. ട്രൈസെൽ ഓർ ലെക്ലാഞ്ചർ സെൽ അല്ലെ? ഇങ്ങനെ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാവും അല്ലെ? ലെക്ലാഞ്ചർ സെൽ പറഞ്ഞ നെക്സ്റ്റ് അടുത്ത് വരുന്നത് നമ്മുടെ വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. അതിനെ വിളിക്കുന്ന പേര് മെർക്കുറി സെൽ കേട്ടോ. ഓർത്ത് നോക്കാം. മെർക്കുറി സെൽ. ഇത് 2 ബാറ്ററിയും പ്രൈമറി ബാറ്ററിയാണ്. വാട്ട് യു മീൻ പ്രൈമറി ബാറ്ററി? നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീചാർജബിൾ ബാറ്ററി. റീചാർജബിൾ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടർ അല്ലെ? ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. അതുപോലെ തന്നെ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെ? അങ്ങനെയുള്ള ബാറ്ററിയുടെ പേരാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി.
അതുപോലെ തന്നെ ആ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ അതേ പർപ്പസ് തന്നെയാണ് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതൽ ആയിട്ട് വരുന്ന നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത്. നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഈ കുറച്ച് പ്രീമിയർ വണ്ടികളിൽ കുറെ നാൾ മുമ്പായിട്ടുള്ള ഇപ്പൊ ബെൻസ് അതുപോലെയുള്ള പ്രീമിയർ വണ്ടികളിൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി അവർ വെക്കും. വില കൂടുതലാണ്, സെയിം പാറ്റേൺ തന്നെയാണ് ആക്ച്വലി വരുന്നത്, എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. ഈ 4 ബാറ്ററി ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഒരെണ്ണം ഫ്യൂവൽ സെൽ അപ്പോളോ സ്പേസ് റിസർച്ച് പ്രോഗ്രാമുകളിലൊക്കെ ഉപയോഗിച്ചേക്കുന്ന ഒരു ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 5 എണ്ണമാണ്, 5 കാറ്റഗറി ആണ് ആക്ച്വലി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ. ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ്. ഇനി ഈ ചാപ്റ്റർ തുടക്കം ആദ്യം പറയുന്നത് ഡാനിയൽ സെൽ ആണ് ആക്ച്വലി വരുന്നത്. ഡാനിയൽ സെൽ ആണ്. ഡാനിയൽ സെല്ലിന്റെ ഒരു പിക്ചർ ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡാനിയൽ സെൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് എന്താണ്? ഡാനിയൽ സെൽ. ചാപ്റ്റർ ഒരു ഐഡിയ വേണം കേട്ടോ, നോക്കാം. ഡാനിയൽ സെൽ. സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത് SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നതാണ്. അത് വേറെ ഒന്നുമില്ല, ഈ ബാറ്ററിയിലെ വോൾട്ടേജ് അല്ലെങ്കിൽ എത്ര വോൾട്ട് ആണ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ദെൻ മിഡിലേക്ക് വരുന്ന സമയത്ത് ഈ ബാറ്ററിയുടെ എഫിഷ്യൻസിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഷുവർ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നേൺസ്റ്റ് ഇക്വേഷനും അതിനോട് ഒപ്പം തന്നെ ഒരു 3 മെയിൻ ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് ഡെറിവേഷൻ പോലെയുള്ള ഇക്വേഷൻസ് ഒക്കെ വരുന്നതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ഫിസിക്സിലുള്ളതാണ്. നമ്മൾ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, ഓംസ് ലോ ഒക്കെ പഠിച്ചില്ലേ, അതിന്റെ ഒരു ഡെറിവേഷനും ബാക്കി കാര്യങ്ങളും, ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് ഒക്കെ. ആ ടോപ്പിക്ക് അധികം അങ്ങനെ എക്സാമിന് വരാറില്ല. കാരണം എന്താ വെച്ചാൽ അത് ഫിസിക്സിന്റെ ഒരു ഏരിയ ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുണ്ട് ഓർഡറിൽ, പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. ആ ടോപ്പിക്കിൽ തന്നെ ഒരു മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നൊരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അതിലൊരു കോളറസ് ലോ ഉണ്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. 2 ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ബാറ്ററീസ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ 2 എക്സാമ്പിൾ, സെക്കൻഡറിയിൽ 2 എക്സാമ്പിൾ ഫ്യൂവൽ സെൽ. ലാസ്റ്റ് ടോപ്പിക് കോഷൻ. ഇതാണ് ചാപ്റ്റർ ടോട്ടൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പൊ നമുക്ക് അതിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഹെഡിങ് ആയിട്ട് ഒന്ന് എഴുതി പോവാം. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെച്ചോ കേട്ടോ. ഡാനിയൽ സെൽ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ അപ്പുറത്തുനിന്ന് എടുക്കണം. ആദ്യത്തെ ഒരു പോയിന്റ് എഴുതി വെച്ചോ കേട്ടോ. ഡാനിയൽ സെൽ എന്ന് എഴുതിയോ? അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. ഇലക്ട്രോകെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് ഒരു പോയിന്റ് ഇങ്ങനെ എഴുതി വെച്ചു. ഇലക്ട്രോകെമിസ്ട്രി ഈസ് ദി സ്റ്റഡി ഓഫ് ഇലക്ട്രോകെമിസ്ട്രി ഈസ് ദി സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി Electrochemistry is the study of production of electricity from energy released during spontaneous chemical reaction. Electrochemistry is the study of production of electricity from energy released during spontaneous chemical reaction. Then നേരത്തെ പറഞ്ഞ ഒരു ഡാനിയൽ സെല്ലിന്റെ ഒരു പിക്ചർ വെച്ച് നമ്മളൊന്ന് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് അതിൽ വരുന്ന മെയിൻ കാര്യങ്ങളൊന്ന് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഡാനിയൽ സെൽ ഒന്ന് വരയ്ക്കാൻ നോക്കാം.
ഇത് പിക്ചർ വരച്ച എക്സാമിന് ചോദിക്കൊന്നുമില്ല, പക്ഷേ അതിൽ വരുന്ന റിയാക്ഷൻസുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഇതിലുപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ZnSO4 സിങ്ക് സൾഫേറ്റ്, ഇവിടെ CuSO. ഈ പിക്ചറിൽ ആനോഡ്, കാഥോഡ്, അതുപോലെ ഇലക്ട്രോലൈറ്റ്, കറണ്ടിന്റെ ഡയറക്ഷൻ, ഇത് ജസ്റ്റ് ഓർത്തോ വോൾട്ട്മീറ്റർ ഒന്നും കൊടുക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ആദ്യം നോക്കുന്നത്. ഈ സിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഇവിടെ നോക്കാം. സിങ്ക്, ഈ സിങ്ക് എന്ന് പറയുന്നതിന് കുറച്ച് കഴിയുന്ന സമയത്ത് Zn gives Zn2 plus 2 electron. ഇവിടെ ഓക്സിഡേഷൻ നടക്കും. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. സിങ്കിന് ഇവിടെ ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ 2 ഇലക്ട്രോൺസ് അവിടെ റിലീസ് ചെയ്യും. ഇവിടെ ഓക്സിഡേഷൻ ആണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺസ് ഉണ്ടായി നോക്കുക. ഈ സിങ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഉണ്ടായി. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി. അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിന്റെ ഡയറക്ഷൻ? ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ വരുന്ന ഐ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ആണെന്ന് അറിയാം നിങ്ങൾക്ക്. അതിന്റെ ഡയറക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ഇവിടുന്ന് ഈ സിങ്ക് എന്ന് പറയുന്നത് Zn2+ എന്ന് പറയുമ്പോൾ ഈ സിങ്ക് റോഡ് ഉണ്ടല്ലോ, ഈ സിങ്ക് റോഡ് ഇവിടെ ഡിസോൾവ് ആവും. അങ്ങനെ ഡിസോൾവ് ആയി കഴിയുന്ന സമയത്ത് 2 ഇലക്ട്രോൺസ് വരും. ഇവിടുത്തെ റോഡ് എന്ത് ചെയ്യും? ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കും. ദെൻ ഇവിടുന്ന് ഇലക്ട്രോൺസ് ചെല്ലും. ഇലക്ട്രോൺസ് നിന്ന് കോപ്പറിനെ എടുത്ത് തരും. ഇതാണ് കോപ്പർ. ഈ കോപ്പർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ CuSO4 ഉണ്ടല്ലോ, ഈ Cu അത് Cu2+ അയൺ ഉണ്ടാവും. ഈ Cu2+ അയൺ, ഈ Cu2+ അയൺ ഉണ്ടാവും. ഇവിടെയുള്ള Cu2+ അയൺ അത് 2 ഇലക്ട്രോൺ റിസീവ് ചെയ്യും. ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺസ്, ചാർജ് നെഗറ്റീവ് ആണ്, പ്ലസ് 2 ഇലക്ട്രോൺ അത് റിസീവ് ചെയ്തു. ഇത് Cu ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇവിടെ നിന്ന് Cu ഇവിടെ വന്ന് ഡെപ്പോസിറ്റ്. അപ്പൊ ഈ റോഡ് എന്താവും? സ്മോളർ ആകും. ഈ റോഡ് എന്താവും? ബിഗർ ആയിക്കൊണ്ടിരിക്കും. ദെൻ ഇവിടെ ഓക്സിഡേഷൻ നടന്നു. ഇവിടെ റിഡക്ഷൻ നടക്കും. അങ്ങനെ വരുന്ന സമയത്ത്, ഓക്സിഡേഷൻ വരുന്ന സമയത്ത് ഇത് ആനോഡാണ്. ഇത് വരുന്നത് കാഥോഡ്. ആനോഡ്, ഇത് കാഥോഡ്. ദെൻ ഇതാണ് ഇതിന്റെ ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർത്ത് നോക്കാം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ലോൺ എന്ന് പറയുന്നത്. ലോൺ ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ടേം അല്ല. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്, 2 പേര് പഠിക്കാനായിട്ട് ആ ഒരു ടേം മതി. ഓർത്ത് നോക്കാം. അപ്പൊ ഈ പിക്ചറിലെങ്കിലും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടണം. എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? ലെഫ്റ്റ്. ഓർത്ത് നോക്കാം. ലെഫ്റ്റിൽ എന്തായിരിക്കും നടക്കുന്നത്? ഓക്സിഡേഷൻ. ഇവിടെ എന്തായിരിക്കും? ഇത് ആനോഡ്. ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. കേട്ടോ, ഇത് നെഗറ്റീവ് ടെർമിനൽ ആണ്, ഇത് പോസിറ്റീവ് ടെർമിനൽ. ഒരു കാര്യം ഓർത്ത് നോക്കാം. ഇത് നമ്മൾ പഠിച്ച ബാറ്ററിയിലാണ്. ഇലക്ട്രോലിസിസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആവും. എന്ന് പറഞ്ഞാൽ എന്താവും? ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് മാറി എന്താവും? ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ആവും. അതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ. ഇതിപ്പോ എന്താ പഠിക്കുന്നത്? ബാറ്ററി. ഈ ബാറ്ററി ആണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ടോപ്പിക്കിന്റെ ലാസ്റ്റ് ഏരിയയിൽ പഠിക്കുന്നതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. അത് വരുന്ന സമയത്ത് ഈ മൈനസ് പ്ലസ് ആകും. അത് എന്താകും? ഈ മൈനസ് പ്ലസും അത് എന്താകും? പ്ലസ് മൈനസ് ഓപ്പോസിറ്റ് ആകും. അതാണ് വ്യത്യാസം. കേട്ടോ, അത് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് പഠിച്ചാൽ മതി. ലോൺ മറക്കാതിരുന്നാൽ മതി. എന്തായിരിക്കും ലോൺ? ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്. കേട്ടോ, വേഗം വരച്ചു. ഫുള്ളായിട്ട് ഇതുപോലെ എഴുതണം കേട്ടോ. ആനോഡ്, കാഥോഡ്. അത് സോൾട്ട് ബ്രിഡ്ജ് കേട്ടോ. ബ്ലൂ ആയിട്ടുള്ളത് സോൾട്ട് ബ്രിഡ്ജ് കേട്ടോ. സോൾട്ട് ബ്രിഡ്ജ്. ഇതിന്റെ വേറെ ഒന്നും ചോദിക്കത്തില്ല, എന്നാലൊന്ന് ഓർത്ത് നോക്കാം. അയണിക് എക്സ്ചേഞ്ച് നടത്തി ഇതിന്റെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് നോക്കാം കേട്ടോ. അയണിക് എക്സ്ചേഞ്ച് നടത്തി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടോ ഈ ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ വരും. അപ്പൊ ഇലക്ട്രിക്കൽ ഇംബാലൻസ് വരും. അത് വരാതിരിക്കാൻ വേണ്ടി അയണിക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തത്.
ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അത് എടുത്തെഴുതണം കേട്ടോ. ഈ എൽ ലെഫ്റ്റ് ഓക്സിഡേഷൻ, എ ആനോഡ്, എൻ നെഗറ്റീവ് കേട്ടോ. ഓർക്കുക ഇത് നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും. അത് ഓർത്തില്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസിലൊന്നും പിക്ചർ ഉണ്ടാവില്ല. പിക്ചർ ഇല്ലാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും ഇതെല്ലാം. അങ്ങനെ വരുമ്പോഴാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ. അപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പ് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, മറക്കരുത്. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. സ്കൂളിൽ എത്ര പേർക്ക് ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്? ഇലക്ട്രോകെമിസ്ട്രി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. Then ഈ ടോപ്പിക്കിൽ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആനോഡ്, കാഥോഡ്. എക്സ്പ്ലെയിൻ കാഥോഡ്. പോസിറ്റീവ് ടെർമിനൽ ആണ്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? ഇലക്ട്രോഡ് വിച്ച് അണ്ടർഗോ ഡാഷ്. എന്തായിരിക്കും? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? കാഥോഡ് റിഡക്ഷൻ. ഓപ്പോസിറ്റ് പറയണം. ഐഡിയ മനസ്സിലായി? അപ്പോ ഇത് ആനോഡിന്റെ കാര്യമല്ലേ പറഞ്ഞേ. അപ്പൊ കാഥോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോഡ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ അല്ലേ? ഓർത്തുക. ദെൻ അതെന്തായിരുന്നു? ആക്ച്വലി പോസിറ്റീവ് ടെർമിനൽ. ഓർത്തുക. അങ്ങനെ പറയാനായിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഇത് എഴുതുമ്പോ ഇതിൽ വരുന്ന ടോപ്പിക് അതാണ് ആക്ച്വലി. ഇനി ഇത് ഓക്സിഡേഷൻ ഹാഫ് ആണ്, ഇത് റിഡക്ഷൻ ഹാഫ് ആണ്. ഇതിന് രണ്ടിനെ അപ്പൊ എന്താ വിളിക്കാം? ഇത് ഓക്സിഡേഷൻ ഹാഫ്, ഇത് റിഡക്ഷൻ ഹാഫ്. അപ്പൊ ടുഗദർ ആയിട്ട് എന്ത് വിളിക്കും? റിഡോക്സ് കേട്ടോ. അതൊരു ടേം ആണ്. ഇത് ഇത്രയും വരെ എല്ലാവരും വരച്ച് എഴുതി കഴിഞ്ഞിട്ട് ഇതൊക്കെ എഴുതണം കേട്ടോ. എല്ലാം എഴുതണം. ലോൺ എന്താന്ന് എഴുതണം? ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അപ്പൊ ആനോഡിന്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോഴും ഒക്കെ ഇത് ഓർത്ത് വെക്കണം. ഇനി ഇവിടെ നോക്കിയാൽ ഇത് ഓക്സിഡേഷൻ ആണെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഓർത്ത് ഇത് കണ്ടോ, സിങ്ക്. ഈ സിങ്കിനെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് 0 എന്നാണ്. ഇവിടെ നിന്ന് 2+ ആയി. അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഓക്സിഡേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ Cu2+, ഇത് 2 ആണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 0 കേട്ടോ. 2ൽ നിന്ന് 0യിലേക്ക് ഡിക്രീസ് ചെയ്താൽ റിഡക്ഷൻ. അപ്പോൾ മിക്കപ്പോഴും റിയാക്ഷൻ തന്നിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് അവർ പറയില്ല, ഇക്വേഷൻ മാത്രം തരും. അപ്പോൾ നേരെ റിവേഴ്സ് ചെയ്ത് കണ്ടെത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മെത്തേഡൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാവരും എഴുതിയോ? ആരോൺ കംപ്ലീറ്റ് ചെയ്തോ? ബാക്കി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. Then ഇവിടെ അടുത്തൊരു ടേം എഴുതി വെച്ചു കേട്ടോ. റിഡോക്സ് കപ്പിൾ. റിഡോക്സ് കപ്പിൾ. redox couple. REDOX redox couple. COUPLES കേട്ടോ. redox couple. ഹൈഡ്രോജൻ ചെറിയ ടേം ആണ് ആക്ച്വലി. ഇങ്ങനെ എഴുതി വെച്ചോ. ഓക്സിഡേഷൻ ഹാഫ് and reduction half. Oxidation half and reduction half together in a oxidation half and reduction half together in a galvanic cell is known as redox couple. Oxidation half and reduction half together in a galvanic cell is known as redox couple. അടുത്ത ടേമുകൾ ഈ ആനോഡ് കാഥോഡ് ഒക്കെയാണ്. അത് എഴുതേണ്ട ആവശ്യമില്ലോ. ആനോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? the electrode which undergo oxidation. കാഥോഡ് ചോദിച്ചാൽ എന്ത് പറയും? the electrode which undergo reduction കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് എവിടെയൊക്കെ ഉണ്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ കേട്ടോ, കാഥോഡ് റിഡക്ഷൻ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ ടേമുകളൊന്നും എടുത്ത് എഴുതുന്നില്ല. നെക്സ്റ്റ് ഒരു ടേം ഉള്ളത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അടുത്ത ടേം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. Electrode potential. Hyphen എഴുതി വെക്കുക. A potential difference develop between
a potential difference develop between the electrode and the electrolyte. The electrode and the electrolyte, which is called electrode potential. Which is called electrode potential. Which is called electrode potential. ഇവിടെ നോക്കിയേ, ഇതാണ് ഇലക്ട്രോഡ്, ഇത് ഇലക്ട്രോലൈറ്റ്. ഇവർ തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് കണ്ടോ റോഡ്, ഇവിടെ എന്തുണ്ട് അല്ലെ? ഓർത്തോക്കാം, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കേട്ടോ, ഓർത്തോക്കാം. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവും അല്ലെ? ഇലക്ട്രിസിറ്റി ഉണ്ടാവും അല്ലെ? ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഓർത്തോക്കാം, നമ്മുടെ ബോഡിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലെ? അതുകൊണ്ടാണ് 2 തക്കാളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LED ലൈറ്റ് ഒക്കെ കത്തിക്കാൻ പറ്റും അല്ലെ? ഓർത്തോക്കാം, കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഓർത്തോക്കാം, സയൻസ് എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ്. അപ്പോൾ അത് എന്താണ് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചെറിയ ലൈറ്റ് വരും. അപ്പോൾ ഓർത്തു നോക്കാം, ഇതാണ് മെയിൻ. ദെൻ നെക്സ്റ്റ് ടേം ആണ്, അടുത്ത ടേം EMF. EMF, സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. EMF ന്റെ ഫുൾ ഫോം ആയിട്ട് എഴുതി വെക്കാം, സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. EMF, സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. The potential difference developed between, definition എഴുതി വെക്കാം, the potential difference developed between cathode and anode. The potential difference developed between cathode and anode. To stop, it is called EMF. It is called EMF. അപ്പോൾ EMFന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, E naught cell equal to E naught cathode minus എന്തായിരിക്കും? E naught നെക്സ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ കാഥോഡ് എവിടെ വരാറ് എപ്പോഴും? റൈറ്റ് അല്ലേ? E naught റൈറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ, രണ്ടും റൈറ്റ് ശരിയാണ്. E naught right minus E naught left. ഇതാണ് ഈ ചാപ്റ്റർ. കുറെ ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, ഒരു ബോക്സിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെ ബോക്സിൽ വെക്കുന്നത് ഡിറൈവ്ഡ് ഫോം ആയിട്ടുള്ള കുറെ ഇക്വേഷൻ വരുമ്പോൾ ആ ചാപ്റ്ററിൽ വരുന്ന ഓരോ ഇക്വേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബോക്സിൽ വെക്കുന്നത്. E naught cell equal to E naught cathode minus E naught anode. ഇനി ഇവിടെ ഒരു പോയിന്റ് എഴുതി വെക്കണം. ഈ E naught സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇതിൽ സെല്ല് വർക്ക് ചെയ്യുള്ളൂ. ഒരു ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? അത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ, E naught സെൽ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ. അങ്ങനെ വന്നാൽ കാഥോഡ് ആനോഡ് ഏതിലായിരിക്കും ബിഗർ? എപ്പോഴും കാഥോഡ് ഓൾവേസ് ബിഗർ, ആനോഡ് ഓൾവേസ് സ്മോൾ. അതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ 2 വാല്യൂ തന്നാൽ അതിൽ കാഥോഡ് ആനോഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഉള്ള ട്രിക്ക് ഉപയോഗിക്കണം കേട്ടോ. ഓർത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഇസഡിനൊക്കെ തന്നു, അതിന് പകരം വേറെ പല സെല്ലും തരും. ഇപ്പൊ മാംഗനീസ് -2, then silver, chromium -1. ആനോഡ് ഏതാണ്? കാഥോഡ് ഏതാണ്? ആനോഡ് ഏതാണ്? നെഗറ്റീവ്. കാഥോഡ് ക്രോമിയം. കാഥോഡ് ക്രോമിയം അല്ലേ? കാഥോഡ് ക്രോമിയം. കാരണം എന്താ? ബിഗർ വാല്യൂ ആണ്. ഇതുപോലെ വാല്യൂ തരും. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ട്രിക്ക് ഉപയോഗിക്കണം. ഓർത്തുക, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നേക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഇതിവിടെ എൻഡ് ചെയ്യുന്ന പോലെയാണ്, പക്ഷെ ഇങ്ങനെ ഓർത്ത് ക്ലിയർ ആയിട്ട് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ നോട്ട് പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം. ഒന്ന് എന്താണ് ആക്ച്വലി
E naught cell always എന്തായിരിക്കും പോസിറ്റീവ്. Then second point എന്തായിരിക്കണം? Cathode value higher than that of the anode value. കേട്ടോ നോക്കാം, അങ്ങനെ എഴുതി വെച്ചേക്കാം. Then ഇവിടുന്ന് ഒരു പോയിന്റ് കൂടിയുണ്ട്. സെൽ റെപ്രസെന്റേഷൻ ഇക്വേഷൻ ഓഫ് ഡാനിയൽ സെൽ. 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 ഇവിടെ ശ്രദ്ധിക്കാം, ഈ ടോട്ടൽ സെൽ ഉണ്ട്. ഈ ടോട്ടൽ സെല്ല് ഒരിക്കലും എക്സാമിന് ചോദിക്കുന്ന രീതിയിലേക്ക് വരില്ല. അവരെ ഇത് തന്നിട്ടായിരിക്കില്ല തരിക. അപ്പോൾ ഇതിന്റെ ഒരു സ്മോൾ വേർഷൻ, ഇത് വരയ്ക്കുന്നതിന് പകരം അവർ ചെയ്യുന്ന പ്രോസസ് ഇങ്ങനെയാണ്. Zn ബ്ലാക്കിൽ എഴുതാം. സിങ്ക് ഇങ്ങനൊരു ബാർ കൊടുക്കും. ദെൻ ഈ സിങ്ക് നേരത്തെ എഴുതി Zn gives Zn2 plus എഴുതിയില്ലേ, അതേ സ്റ്റൈലിൽ Zn2 plus ഇങ്ങനെ എഴുതും. അപ്പോ ഇങ്ങനെ എഴുതും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് വലിയ ലൈൻ വരും. ഇത് സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈനാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ Cu ഉണ്ട്. Cu2 plus Rc ഇങ്ങനെ കൊടുക്കും. ആണോ? ഇത് ഈ സൈഡിൽ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റ് അപ്പൊ സിങ്ക് എന്താണ്? ഇത് തരില്ല. ഉണ്ടോ? ഇവിടെ നടന്ന ഇക്വേഷൻ എന്താ? Zn is Zn2 plus plus 2 വരെ. ഇവിടെ എന്തായിരിക്കും? കാഥോഡ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഇനി ഇവര് ഇതിന്റെ വാല്യൂ ഒക്കെ ചിലപ്പോൾ ഈ അയോണിന്റെ ഒരു 3 മോളാർ ഇങ്ങനെയൊക്കെ തരും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഇലക്ട്രോലൈറ്റിന് എന്താണ്? 3 മോളാർ. ഇവിടെ 1 മോളാർ അല്ലെങ്കിൽ 1 അല്ലേ, 1 × 10⁻² എന്നൊക്കെ പറയാം. ഇതിന്റെ ഈ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ മീനിങ്. കേട്ടോ നോക്കാം. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം ക്ലിയർ ആയിട്ട്. സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ വരച്ചു. Cell representation of Daniel cell. Okay അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ ടോപ്പിക് എങ്ങനെയാണ് ചോദ്യം വരുന്നത്? ടോപ്പിക്കിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 3.3 എടുക്കുക എല്ലാവരും കേട്ടോ. ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എക്സസൈസ് 3.3 വേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ 3.3 ഒന്ന് വായിച്ചാരെങ്കിലും? ഫസ്റ്റ് ടെക്സ്റ്റ് നല്ല ഓർഗനൈസ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഇലക്ട്രോകെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് അതിൽ 3.3 നിങ്ങളുടെ എന്തായാലും ബുക്ക് ഉണ്ടാവുമല്ലോ, എല്ലാവരും എടുത്ത് നോക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസും ഇടണം, കാരണം നമുക്കറിയണം. ഓർഗനൈസ്. Depict the galvanic cell in which the reaction Zn plus 2Ag gives Zn2 plus 2Ag. ഒന്ന് എഴുതാം കേട്ടോ. അവർ തന്നേക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് വരാം. Zn plus 2Ag plus 2Ag plus gives Zn2 plus 2Ag. ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ അത്രയും തന്നിട്ടുള്ളൂ, പക്ഷെ അവര് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് നോക്കാം. വായിച്ചു. Further show first which of the electrode is negatively charged, second the carriers of the current in the cell, third individual reaction to each electrode. First question repeat it. Which of the electrode is negatively charged? Which electron is negative charge? ഇത് ഏത് ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ്? ഇതാണ് നെഗറ്റീവ്ലി ചാർജ്.
അതിന് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ഇതെല്ലാം ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് എങ്ങനെ ഫൈൻഡ് ചെയ്യും? എക്സാമ്പിൾ ആണ് ഓക്സിഡേഷൻ അല്ലേ? ഓർത്തോ. അപ്പൊ ഇതിൽ ആരായിരിക്കും ഓക്സിഡേഷൻ? Zn അല്ലേ? എന്തുകൊണ്ടാണ് Zn ആയത്? Zn 2+ ആയി. കണ്ടോ? ഓർത്ത് നോക്കാം. നമുക്ക് ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് ആദ്യം തന്നെ എഴുതി വെച്ചാൽ നല്ലതാണ്. Zn2+. കണ്ടോ? ഈ പ്ലസ് എവിടെയാണോ അവിടെ തന്നെ ഇലക്ട്രോൺ കൊടുക്കുക. 2 ഇലക്ട്രോൺ. കണ്ടോ? 2 ഇലക്ട്രോൺ. ഇതെന്താണ്? നമ്മുടെ ലോൺ അനുസരിച്ച് ലെഫ്റ്റ് ഇത് ഓക്സിഡേഷൻ ആണ് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. കണ്ടോ? ഓർത്ത് നോക്കാം. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ഇത് കിട്ടി. ഇത് ആനോഡാണ് അല്ലേ? പുറത്ത് നോക്കാം. ഇതിന് നെഗറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ആയല്ലോ. എന്തായിരുന്നു അത് അല്ലേ? സിങ്ക് ആണ് ആൻസർ. എന്തുകൊണ്ടാ? അതിന് ഓക്സിഡേഷൻ ആണ്. അടുത്ത നോക്കി AG എന്തായിരിക്കും? അത് റിഡക്ഷൻ ആണ്. കണ്ടോ? പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വന്നു? 2H. ഇതിൽ എഴുതുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. ഇതുണ്ടോ? ഇത് പ്ലസ്, ഇവിടെ ഒന്നുമില്ല, 0യിലേക്ക് കുറഞ്ഞു. അതുകൊണ്ടാണ് റിഡക്ഷൻ. ഒന്നല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഏത് ടേമിൽ പഠിക്കാം. അപ്പോൾ ഇത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ വന്നാൽ ഇത് കണ്ടോ, ഇത് ലെഫ്റ്റിന് പകരം ഓപ്പോസിറ്റ് ആയിട്ട് ഇത് റൈറ്റ് വരും. കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് റിഡക്ഷൻ ആണ്, ഇത് റൈറ്റിലാണ്. ഇതിനെന്തായിരിക്കും ആക്ച്വലി വരുന്നത് അല്ലേ? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The carriers of the current in the cell. Carrier of current in the cell. കറണ്ടിന്റെ ഡയറക്ഷൻ പറയണം. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ആനോഡ് ടു കാഥോഡ് ആയിരുന്നോ കാഥോഡ് ടു ആനോഡ് ആയിരുന്നോ? അപ്പൊ എങ്ങനെയായിരിക്കും ഇതിൽ പറയാം? സിൽവർ ടു സിങ്ക്. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി? ഇത് ആനോഡ്, ഇത് കാഥോഡ് അല്ലേ? നമ്മൾ എടുത്തെഴുതി വെക്കണം, എന്നാലേ ഇത് പറ്റുള്ളൂ. കണ്ടോ? ആനോഡ്. കണ്ടോ? അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കാഥോഡ് ടു ആനോഡ്. കണ്ടോ? കാഥോഡ് ഏതായിരുന്നു? സിൽവർ. അപ്പൊ എന്തായിരിക്കും ഡയറക്ഷൻ? സിൽവർ ടു സിങ്ക്. കണ്ടോ? അപ്പൊ AG അല്ലേ? ടു എന്താണ് ആക്ച്വലി സിങ്ക്. വേർഡിൽ എഴുതണം കേട്ടോ. AG ടു സിങ്ക്. AG ടു സിങ്ക്. അടുത്ത Individual reaction is electron. ഇൻഡിവിജ്വൽ റിയാക്ഷൻ ആണ് ഇപ്പൊ എഴുതിയത്. കണ്ടോ? ഇതാണ് ഇൻഡിവിജ്വൽ റിയാക്ഷൻ. എടുത്തെഴുതണം, ക്വസ്റ്റ്യൻസ് എഴുതണം, ആൻസർ എഴുതണം കേട്ടോ. സ്പേസ് വിടണം, ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിടണം കേട്ടോ. കാരണം ഈ ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിന് എന്ത് ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് കുറച്ച് കളയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ടോപ്പിക് ഒക്കെ വായിക്കും, നിങ്ങൾക്ക് ആനോട് അയക്കും. ഇത് ലെഫ്റ്റ് ആക്സിലറേഷൻ ആനോട് ഇല്ലല്ലോ. അവർ ചോദിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ മാറ്റിയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കത് കിട്ടണം. അത് ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തെല്ലാം കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അതാണ് അതിന്റെ ലെവൽ. മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ക്ലിയർ ആയിരിക്കും കേട്ടോ. ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഇത് തരാതെ ചോദിക്കാമോ അവർക്ക്? ഇത് ഈ സിങ്ക് എന്നല്ലേ? സിങ്ക് റിയാക്ട് വിത്ത് ഇങ്ങനെ വേർഡ് ചോദിക്കാം. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. സിങ്ക് റിയാക്ട് വിത്ത് സിൽവർ നൈട്രേറ്റ് ടു ഫോം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് അത്. കണ്ടോ? മനസ്സിലായി? അങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും കൂടി ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ സിങ്ക് നൈട്രേറ്റ് ഡിപ്ഡിനെ സിങ്ക് നൈട്രേറ്റ് treated with silver nitrate treated with zinc. Silver nitrate AgNO3 treated with zinc. In this reaction എന്താണ് ആക്ച്വലി ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ്? പി ക്വസ്റ്റ്യൻ. മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കുന്ന ഫോർമാറ്റാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്ത് ആദ്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഈ വ്യൂ ഒക്കെ കിട്ടണം നമുക്ക്. കറണ്ടിന്റെ ഡയറക്ഷൻ, ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ, അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു? കറണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഓർത്ത് നോക്കാം ക്ലിയർ ആയിട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3.4. അടുത്തത് നെയിംസ് ഇക്വേഷനും ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതവിടെ നോക്കട്ടെ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചോ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. അടുത്ത ടോപ്പിക് കേട്ടോ. സെക്കൻഡ് ടോപ്പിക്
സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ബ്രാക്കറ്റിൽ SHE, ക്യാപിറ്റൽ SHE, ഷീ കേട്ടോ, ഓർക്കുക SHE. നിങ്ങൾക്കറിയാം ഇവിടുന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ മൂവ് ചെയ്യുള്ളൂ അല്ലെ, അതർവൈസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അതർവൈസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് SHE എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോൾ ഓർത്ത് നോക്കുക, സ്കെയിൽ ഉണ്ടാകുന്നത് റിലേറ്റീവ് മെഷറിലാണ്. എപ്പോഴും ഏത് സ്കെയിലായാലും റിലേറ്റീവ് മെഷറിലാണ് ഉണ്ടാവുക. അങ്ങനെ റിലേറ്റീവ് മെഷറിൽ സ്കെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ സമയത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് ഒരു 0 ആയിട്ട് എടുത്തു. ഹൈഡ്രജൻ എത്രയായിട്ട് എടുത്തു? 0. ഹൈഡ്രജനേക്കാളും ഹയർ വന്നപ്പോൾ എന്ത് പറയും? പോസിറ്റീവ്. ഹൈഡ്രജനേക്കാളും ലോവർ വന്നാൽ നെഗറ്റീവ്. അത്രേ ഉള്ളൂ അവരുടെ പ്രോസസ് എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തേക്കുന്നത്. അപ്പോൾ മെഷർമെന്റ് എപ്പോഴും റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ ബോർഡ് ലെങ്ത് ഉണ്ട് അല്ലെ, പുറത്ത് നോക്കാം. ഈ ടേബിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ടേബിൾ ഉണ്ട്. ഏതിനായിരിക്കും ഹയർ ലെങ്ത്? ഈ ബോർഡ് ഉണ്ട്, ടേബിൾ ഉണ്ട്. ഏതിനായിരിക്കും ഹയർ ലെങ്ത്? നിങ്ങളുടെ വീട്ടിൽ ബോർഡ് അല്ലെ, ഓർത്തോ. പക്ഷെ ഈ ചിന്ത സമ്മതിക്കുന്നില്ല, ശരിയല്ല എന്നൊക്കെ പറയാം. നമുക്ക് പ്രൂവൺ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മുടെ അല്ലെ സ്കെയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആണ്, ഇതാണ് ഒക്കെ പറയും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതേ ഈ പെൻ എന്നിട്ട് ഞാൻ പറഞ്ഞ ഡൗട്ട് അല്ലേ, ഇങ്ങനെ 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 മെഷർ ചെയ്ത് ഇതൊരു 15 നമ്പർ ഉണ്ട്. 15 ഇത് നോക്ക്, ഇത് 15 ഇല്ല, അതൊരു 12 ഉള്ളൂ. ഈ പേന വെച്ച് ഇത് 15 പെൻ ഈക്വലന്റ് ആണ്. ഇത് വെച്ച് അങ്ങനെ പ്രൂവൺ ചെയ്യാൻ പറ്റില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പെൻ എടുത്ത് എത്രയായിട്ടാണ്? ഞാൻ 1 ആയിട്ടല്ല എടുത്തത്. ഇതിനെ 1 അടിക്ക് എടുത്തു. അപ്പോൾ ആദ്യമായിട്ട് സെന്റിമീറ്റർ കണ്ടെത്തിയ സമയത്ത് അയാൾ ഇത്ര എടുത്തിട്ട് ഇതാണ് 1 സെന്റിമീറ്റർ അല്ലെ. അങ്ങനെയാണ് കണ്ടെത്തിയത്, ഇതാണ് 1 സെന്റിമീറ്റർ. അതുകൊണ്ടാണ് നമ്മൾ SI യൂണിറ്റ് ചെയ്യുന്നത്. SI യൂണിറ്റ് ഇവിടെ ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഒത്തിരി എന്താ പറയാ റൂറൽ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഇതാണ്. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വീട്ടില് കിണർ എന്ന് പറയുന്നത് കുഴിക്കാനായിട്ട് ഒരാൾ വന്നു. പുള്ളി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇവിടെ വെള്ളം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 12 കോലാണെന്ന് പറയും. 12 കോൽ. അതെന്താണ്, മീറ്റർ ആണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള അല്ലെങ്കിൽ ഫീറ്റ് ഒക്കെ ആണോ എന്നുള്ള രീതിയിൽ. അതല്ല, ഇത്രയായിട്ട് നാളായിട്ട് അത് അറിഞ്ഞൂടെന്ന് ചോദിച്ചു. പുള്ളിയുടെ കയ്യിൽ കോലുണ്ട്. അതാണ് അവിടെ ആ ഗ്രാമപ്രദേശത്ത് അതാണൊരു ഇത്. അത് അവർക്ക് നോക്കി അറിയാം. ആള് അത് ഭയങ്കര എക്സ്പേർട്ട് ആണ്. കാരണം അയാള് ഒരു ബിൽഡിംഗ് പറഞ്ഞത് 4 കോലാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കൃത്യമാണ് അവരുടെ ഒബ്സർവേഷൻ അനാലിസിസ് ആണ്. അതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 1 മീറ്ററോ 1.5 മീറ്ററോ അങ്ങനെയൊന്നും ഇല്ല. അത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു റിംഗ് പോലത്തെ ഒരു സാധനമൊക്കെ ഇറക്കിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ അപ്പൊ അത് 1 ആക്കി എടുത്തു. അതുപോലെ എന്തും എടുക്കാം. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് 0 ആക്കി എടുത്തു. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് പറയൂ, കുറച്ച് നാളെ ഡൗട്ട് വരും, എന്തിനാ ഹൈഡ്രജൻ 0 ആയത്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ആ സയന്റിസ്റ്റ് എടുത്തു. അപ്പൊ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി ആണ് അല്ലെ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് അറിയാം കിലോഗ്രാം. അതിനു മുമ്പ് ഇവിടെ പല മെഷർമെന്റ് ആയിരിക്കും പറയാം. അപ്പൊ അതുപോലെ ഹൈഡ്രജൻ എത്രയായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. ആ സ്കെയിലിൽ ഹൈഡ്രജൻ 0. അതിനേക്കാളും ഹയർ വന്ന പോസിറ്റീവ്, ലോവർ വന്ന നെഗറ്റീവ്. അങ്ങനെ ആ സ്കെയില് എടുക്കുന്ന സമയത്ത് ആ സയന്റിസ്റ്റ് ചെയ്ത ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാനിയൽ സെല്ല് ഇല്ലേ, ഡാനിയൽ സെല്ല്. ഈ ഡാനിയൽ സെല്ല് ഒരു ബീക്കറിൽ ഒരു ഹൈഡ്രജൻ ആണ് ഇലക്ട്രോഡ് ആക്കിയത്. ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്നിട്ട് അടുത്ത ബീക്കറിൽ ഇപ്പോ ഇയാളെ മെഷർ ചെയ്യുന്ന ആളെ കൊണ്ടുവരും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ് അല്ലെ. ഇവിടെ ഒരു എന്താണ് സെന്റിമീറ്ററിന്റെ മീറ്ററിന്റെ വെച്ചിട്ട് നമ്മളിപ്പോ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ 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 മെഷർ ചെയ്യും അല്ലെ. അതുപോലെ ഈ സയന്റിസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട 2 ബീക്കർ ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ എന്ത് ചെയ്തു? ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ, അപ്പൊ അങ്ങനെ എടുത്തു വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ അവര് കൺസിസ്റ്റ് ചെയ്തേക്കെന്നാണ് പറയുന്നത്. SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ആൻഡ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് ചെയ്തത്. നമ്മുടെ സിലിണ്ടർ ഒക്കെ അറിയില്ല, സിലിണ്ടർ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ഇത്. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ പ്ലാറ്റിനം? പ്ലാറ്റിനം നോൺ റിയാക്റ്റീവ്.
പ്ലാറ്റിനം ആയിട്ട് റിയാക്ട് ചെയ്യില്ല അല്ലെ. അതുകൊണ്ടാണ് പ്ലാറ്റിനത്തിന്റെ ഒരു എന്താണ് സിലിണ്ടർ പോലെ ഇമാജിൻ ചെയ്യാൻ പറയുകയാണ്. ഒരു റോഡ് എടുത്തു, ആ റോഡ് എന്ന് പറയുന്നത് സിലിണ്ടർ പോലത്തെ റോഡ്, അതിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫിൽ ചെയ്തു, എന്നിട്ട് അത് 1 മോളാർ, ഇവിടെ ഒരു 1 മോളാർ കോൺസെൻട്രേഷൻ ആണ് അവർ കെപ്റ്റ് ചെയ്തത്, 1 മോളാർ കോൺസെൻട്രേഷൻ കെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, അടുത്തൊരു ബീക്കറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഒരു സിങ്കോ അതിന്റെ റോഡ് എടുക്കുന്നു, ഇതിങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇവർ തമ്മിൽ ഡിഫറൻസ് ഇത് 0 ഒക്കെ ആയിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹയർ ആണെങ്കിൽ പോസിറ്റീവ്, ലോവർ ആണെങ്കിൽ എന്ത് വരും, നെഗറ്റീവ്. അങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടാക്കി അവർ കേട്ടോ, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം SHC സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ കൺസിസ്റ്റ് ചെയ്യുന്ന ടേം ഒന്ന് എഴുതി വെക്കാം. ഒന്ന് എഴുതി വെച്ചു. The standard hydrogen electrode consists of a platinum electrode. The standard hydrogen electrode consists of a platinum electrode coated with platinum electrode coated with platinum black എന്ന് പറഞ്ഞാൽ ഒട്ടും റിയാക്ട് ചെയ്യാത്ത പ്ലാറ്റിനത്തിനെയാണ് വിളിക്കുന്നത്. അത് വെച്ചാൽ ഒരു കോട്ട് ചെയ്തു കേട്ടോ. നോക്കാം, പ്ലാറ്റിനത്തിൽ തന്നെ ഒട്ടും റിയാക്ട് ചെയ്യാത്തത് പ്ലാറ്റിനം ബ്ലാക്ക്. ഫുൾ സ്റ്റോപ്പ്. The electrode is dipped in an acidic solution. The electrode is dipped in an acidic solution. The electrode is dipped in an acidic solution, and pure hydrogen gas is bubbled through it. Then out of bracket എഴുതി വെക്കുക 1 molar concentration, 1 bar pressure. 1 molar concentration, 1 bar pressure. ഇല്ല, ബ്രാക്കറ്റ്. ഈ സിസ്റ്റം മുഴുവനും എടുത്തു വെച്ചേക്കുന്നത് എന്തിനായിരുന്നു? 1 മോളാർ കോൺസെൻട്രേഷൻ വിത്തിൻ ബ്രാക്കറ്റ് കേട്ടോ. ഇവിടെ എഴുതി വെക്കാം 1 മോളാർ കോൺസെൻട്രേഷൻ, 1 ബാർ പ്രഷർ. അപ്പോ ഇതൊരു പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ളതിൽ ഉള്ളിൽ ഹൈഡ്രജൻ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഉള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് 1 മോളാറും 1 ബാർ പ്രഷറും ആണ് കേട്ടോ. 1 ബാർ പ്രഷർ കേട്ടോ. അങ്ങനെ ഒരു ഹാഫ് സെൽ ഉണ്ടാക്കിയത്. ആ ഹാഫ് സെൽ അതാണ് സ്കെയിൽ ആക്കി എടുത്തത് ഹൈഡ്രജൻ. അതിലേക്ക് ആരെ കണക്ട് ചെയ്യുന്നു അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അല്ലെ, വാല്യൂസ് എടുത്തു വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഇത് മേക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. The hydrogen electrode consider as a zero potential. The hydrogen electrode consider as a zero potential. ആ സീറോ ആക്കി എടുത്തു വെക്കണം. കൺസിഡർ ആസ് ആൻ സീറോ പൊട്ടൻഷ്യൽ. സെക്കൻഡ് പോയിന്റ്, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട് ആക്ച്വലി കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് പോയിന്റ് ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അടുത്ത ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ലിഥിയം വാല്യൂ കണപടിക്കണം -3.05. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -3.05 വോൾട്ട് കേട്ടോ. ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലിഥിയം എത്രയാണ് അതിന്റെ വാല്യൂ കേട്ടോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -3.05.
മൈനസ് 3.05. ബ്രാക്കറ്റ് എഴുതി വെക്കുക. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അടുത്ത ഹൈയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഹൈയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫ്ലൂറിൻ. ഇത് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് കേട്ടോ. ഇത് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അടുത്ത ഹൈയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2.87. ഫ്ലൂറിൻ ആണ്, സോറി, ഫ്ലൂറിൻ 2.87. ഫ്ലൂറിൻ 2.87. highest electrode potential fluorine value 2.87. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. strongest oxidizing agent. strongest oxidizing agent. strongest oxidizing agent. strongest oxidizing agent. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ലിഥിയം ഏത് ഫാമിലിയിലാണ് കിടക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ ലിഥിയം ഗ്രൂപ്പ് 1. ഈ ഗ്രൂപ്പ് 1 ആൾക്കാരൊക്കെ മോർ റിയാക്റ്റീവ്. സോഡിയം, ലിഥിയം, പൊട്ടാസ്യം ഇവരൊക്കെ നല്ല റിയാക്റ്റീവ് അല്ലേ? അങ്ങനെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പുറത്തു നോക്കാം. റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ഏതായിരിക്കും? റിയാക്ടിവിറ്റി ഏറ്റവും കുറവുള്ളത്, ഒട്ടും റിയാക്ട് ചെയ്യാതെ മെറ്റൽ, നിങ്ങൾ ഓർണമെന്റ് ആയിട്ടൊക്കെ കിട്ടുന്നു. ഗോൾഡ് അല്ലെ? ഗോൾഡ്, സിൽവർ. ഈ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇവർക്ക് മാത്രം പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അവർ റിയാക്ടിവിറ്റി കുറവാണ്. ഇത് നിങ്ങൾ കാണാതറിഞ്ഞു വേണം കേട്ടോ. കാരണം പല ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ക്ലിയർ ആയിട്ട് വരും. അത് നോട്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേ. കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ത് വാല്യൂ ആയിരിക്കും? പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ. റിയാക്ടിവിറ്റി എന്തായിരിക്കും? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഗോൾഡിന് AU ആണ് ഗോൾഡ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റിയാക്ടിവിറ്റി എന്തായിരിക്കും? ലോ കേട്ടോ, അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്ടിവിറ്റി. അപ്പോൾ റിയാക്റ്റീവ് മെറ്റൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അത് മനസ്സിലുണ്ടാവും കേട്ടോ. റിയാക്റ്റീവ് മെറ്റൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഈ മൂന്നാൾക്കാർ അല്ലെങ്കിൽ കോപ്പർ, സിൽവർ, ഗോൾഡ്. അതിൽ ഏറ്റവും കൂടുതൽ കോപ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കോപ്പർ കണ്ടാൽ അപ്പോൾ അത് പോസിറ്റീവ് ആണ് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വരും കേട്ടോ. നോക്കാം, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഒന്നും തന്നിട്ടില്ല. കോപ്പർ ആൻഡ് ക്രോമിയം. ആനോടൊക്കെ അതോടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാഥോഡ് ഏതായിരിക്കും? കോപ്പർ കാഥോഡ്. കാരണം എന്താ? ഹയർ വാല്യൂ ആണ് കാഥോഡ് ആയിട്ട് എടുക്കുന്നത്. ഓർക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വല്ല വരാം ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് ബെറ്റർ. അപ്പൊ നിങ്ങൾ ഈ വാല്യൂ ഒന്നും ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എടി മനസ്സിലാവും. കോപ്പർ തന്ന അവനായിരിക്കും എപ്പോഴും എന്താ? കാഥോഡ്. കാരണം എന്താ? ഹയർ മൈനസ് ലോവർ ചെയ്താലേ പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. ഹയർ വാല്യൂ എന്തായാലും പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള കോപ്പറിനായിരിക്കും. ഈ ക്രോമിയം, സോഡിയം, പൊട്ടാസ്യം അതൊക്കെ എന്തായിട്ട് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പായിട്ടൊന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുന്നത്. സെക്കൻഡ് ടോപ്പിക്. അങ്ങനെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എഴുതൊന്നും വേണ്ട, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹൗ ഡു യു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സിസ്റ്റം Mg2+ ആൻഡ് Mg? ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു യു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സിസ്റ്റം Mg2+ ആൻഡ് Mg? എങ്ങനെയായിരിക്കും? ഈ ബുക്കിന്റെ ലെങ്ത് കണ്ടതാണ് എന്ന് പറഞ്ഞാൽ എന്ത്? അല്ലെ, സ്കെയിൽ എടുത്തിട്ട് അങ്ങനെയല്ലേ പറഞ്ഞു? ഓർത്ത് നോക്കാം. ഇനി ഒരു ഗൈഡിൽ കാണാണ് സ്കെയിൽ എടുത്ത് മെഷർ ചെയ്തപ്പോൾ ഇത് 15 സെന്റിമീറ്റർ. അതും റൈറ്റ് ആണ് അല്ലെ? ഓർത്ത് നോക്കാം. അല്ലാതെ എങ്ങനെ മെഷർ ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി സ്കെയിൽ എങ്ങനെയായിരിക്കും? സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിന്റെ സ്കെയിൽ എടുത്ത് മെഷർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ Mg അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്തും? സ്കെയിൽ എന്താണ്? സ്കെയിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ.
എന്ന് പറഞ്ഞാൽ ഈ എം ജി കിട്ടിയില്ലേ, എം ജിനെ ഇവിടെ വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ എന്തായിരിക്കും ആൻസർ? മെഗ്നീഷ്യം ഇലക്ട്രോഡ് എന്താണ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ആരാണത്? അതുകൊണ്ട് എഴുതാം. എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? കൺസിസ്റ്റ് ഓഫ് പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് അല്ലേ. ഓർത്ത് നോക്കുക. എന്നിട്ട് ഇക്വേഷൻ എന്തായിരുന്നു? E cell equal to E naught cell equal to E naught cathode minus E naught anode. അതാണ് എഴുതേണ്ടത്. ഇനി ഗൈഡില് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവർ എം ജിയുടെ വാല്യൂ ഒക്കെ ഇട്ട് കറക്റ്റ് വാല്യൂ വരെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതി തെറ്റൊന്നുമല്ല. പക്ഷേ ഈ എം ജിക്ക് പകരം നിങ്ങൾക്ക് അറിയാത്ത ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാണാതെ പഠിക്കാൻ പറ്റും ഇല്ല. അപ്പൊ അത് മെത്തേഡാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ആ മെത്തേഡ് എഴുതിയാലും മതി. മനസ്സിലാക്കോ? കറക്റ്റ് വാല്യൂ. അപ്പോൾ ചില കുട്ടികൾ ആ വാല്യൂ കാണാതെ പഠിച്ച് അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുമോ അതിന്റെ വാല്യൂ വെച്ചിട്ട് എഴുതിയില്ല എന്ന് പറയും. അങ്ങനെ ചെയ്യരുത്. എന്താണ് ആക്ച്വലി ഏത് മെറ്റലാണോ ദാറ്റ് മെറ്റൽ എങ്ങനെയാണ് കണക്റ്റഡ് വിത്ത് അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓർത്തോക്കാം നമ്മൾ അല്ലേ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കെയിൽ വെച്ച് ഞാൻ ബുക്ക് മെഷർ ചെയ്ത് ഒരു വാല്യൂ എഴുതി അല്ലേ. ഓർത്തോക്ക സെന്റിമീറ്റർ സ്കെയിലാണ്. ഇയാളുടെ സ്കെയിൽ സെയിം ആണോ? ആയിരിക്കും അല്ലെ. സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്കെയിൽ പിടിച്ചോളായിരിക്കും അല്ലേ. ഓർത്തോക്ക അല്ലേ. രണ്ടും എന്താണ് സെന്റിമീറ്റർ ആണെങ്കിൽ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതുപോലെ എന്താണ് ആക്ച്വലി എന്താണോ അതിനെ മെഷർ ചെയ്യാൻ ചോദിച്ചാൽ അത് ദാറ്റ് കണക്റ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കേട്ടോ. ഓർത്തോക്ക ഇക്വേഷൻ ഏതൊക്കെയായിരിക്കും? E naught cell equal to E naught cathode minus E naught anode കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, can you store copper sulfate solution in a zinc pot? Can you store copper sulfate solution in a zinc pot? പറ്റുമോ? നമ്മൾ 10th പഠിച്ചേക്കുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ്. ഓർമ്മയുണ്ടോ? ഹൈ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് അത് തന്നെയാണ്. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ആൻസറിൽ കുറച്ചും കൂടി ബെറ്റർ ആവണം. അപ്പോൾ അത് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക എന്തായിരിക്കും? സിങ്ക് മോർ റിയാക്റ്റീവ് ഡ്യൂ ടു എന്തായിരിക്കും? ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ലോവർ ഇലക്ട്രോഡ് കോപ്പറിന് എത്രയായിരിക്കും? പോസിറ്റീവ്. മനസ്സിലായി? അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കേണ്ടി വരും. പറ്റുമോ? ഇത് മുഴുവൻ ഇവിടെ ഒരു ഇതുണ്ട്, അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം കോപ്പർ എന്താണ് ആക്ച്വലി പോസിറ്റീവ് ആണ് അല്ലെ. കോപ്പറിനേക്കാളും മോർ റിയാക്റ്റീവ് ആയിരിക്കും എന്താ? സിങ്ക്. അപ്പൊ എന്തായിരിക്കണം? നമ്മൾ പറയണം കോപ്പർ എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സിങ്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റേ നേരത്തെ മൂന്നെണ്ണം ഉണ്ടല്ലോ, ബാക്കി ആൾക്കാരാണെങ്കിൽ എന്ത് പറയണം? നെഗറ്റീവ് അല്ലെ, അല്ലെങ്കിൽ ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ലോവർ വന്നാൽ എന്ത് പറ്റും? റിയാക്ടിവിറ്റി കൂടും. ലോവർ വാല്യൂ വന്ന റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ആദ്യം നേരത്തെ പറഞ്ഞ പോലെ എഴുതാം. എന്താണ് ആക്ച്വലി അല്ലെ? എന്താണ്? സിങ്ക് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് ദ കോപ്പർ, സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഈസ് ഒക്കെ നമ്മൾ 10th പഠിച്ചേക്കുന്ന വേർഡ് എഴുതാം. പിന്നെന്താണ്? നമ്മൾക്ക് 12th ആണ്, അപ്പൊ അതും കൂടി വെച്ചിട്ട് എഴുതണം. എന്താണ്? സിങ്ക് എന്തായിരിക്കണം? ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആസ് കമ്പയർഡ് ടു കോപ്പർ കേട്ടോ. മറക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. നേൺസ്റ്റ് ഇക്വേഷൻ. ഹെഡിങ് NERNST. നേൺസ്റ്റ് ഇക്വേഷൻ. NERNST. നേൺസ്റ്റ് ഇക്വേഷൻ. ഈ നേൺസ്റ്റ് ഇക്വേഷനിൽ പറയുന്നത് എങ്ങനെയാണ്? E cell equal to E naught cell minus 2.303 RT divided by NF log C raised to C E raised to D divided by A raised to A and B raised to. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് പോകുന്ന രീതിയിൽ പോവാണ്. ഇതെന്താണ് സംഭവം എന്നൊക്കെ ആദ്യമേ തന്നെ ക്ലിയർ ചെയ്ത് വരാം. നമ്മൾ നേരത്തെ പഠിച്ചൊരു ബാറ്ററി അല്ലെ. ഓർത്തോക്ക് ഒരു ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് അല്ലെ നമുക്കൊരു ബാറ്ററി ഉണ്ടാക്കുന്നു കേട്ടോ. ഓർത്തോക്ക് ആദ്യം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന്റെ എയിം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഓർത്തോക്കുക. എന്താണ്? നമ്മൾ ബാറ്ററി അല്ലെ. നമ്മൾ ഇന്നേവരെ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ബാറ്ററിയിൽ നല്ല എഫിഷ്യന്റ് ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. ഇവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ആനോഡ്
ഇവിടെ എന്തായിരുന്നു കാഥോഡ് അല്ലെ. ഇങ്ങനെ ഇലക്ട്രോണിന്റെ ഫ്ലോ ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ടൊരു ഇക്വേഷൻ എഴുതിയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇ നോട്ട് സെൽ ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട്. ഇതാണ് എഴുതിയത്. ഇവിടെ ശ്രദ്ധിക്കാം, ഇ നോട്ട് കാഥോഡ് എന്ന് പറയുമ്പോൾ ഈ റോഡാണ്. ഇതെന്താ? ഈ റോഡ് അല്ലെ, ഓർത്ത് നോക്കാം. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡിനെ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ആ ലിക്വിഡ് പിന്നെ കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ ബാറ്ററിയിൽ എന്ത് വരും? ചേഞ്ച് വരും. ആ ചേഞ്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ. അപ്പൊ ഈ നോട്ട് സെൽ ഇവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ സെൽ ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ആണ്. ടോട്ടൽ ഇ എം എഫ് കണ്ടെത്തുമ്പോൾ ഈ സെൽ ഈക്വൽ ടു ഈ നോട്ട് സെൽ ഇവിടെ നിന്ന് കിട്ടി. ഈ രണ്ട് തമ്മിൽ കേട്ടോ. അങ്ങനെ ഉള്ള ആ എക്സ്ചേഞ്ച് കിട്ടി. പ്ലസ് എന്ത് ചെയ്യണം? ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ലിക്വിഡ് ഏറ്റവും ടോപ്പ് ആവണ്ടേ? ആ ടോപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഏരിയ വരുന്നത്. ഇത്രയും ഏരിയ കേട്ടോ. ഇതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ കേട്ടോ. ഓർക്കുക, ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഓൾവേസ് എടുക്കുക. 298 കെൽവിൻ ആണ് ആക്ച്വലി. എഫ് എന്താണ്? ഫാരഡേ കോൺസ്റ്റന്റ്. എത്ര വാല്യൂ? 96500 കോളം. അതോടെ നിന്ന് കിട്ടി 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഫാരഡേ കോൺസ്റ്റന്റ്. അതൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഇത് കണ്ടോ, ഇത് C⁻⁷D. സിയും ഡിയും എന്താണ്? കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞു, പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ ഇത് ആനോഡ് അയോൺ കോൺസെൻട്രേഷൻ ബൈ കാഥോഡ് അയോൺ. അയോൺ ഇല്ലേ, ഇത് ആനോഡ് അയോൺ, ഇത് മുകളിലാണ്. ഇതെന്തായിരിക്കും? കാഥോഡ് അയോൺ കോൺസെൻട്രേഷൻ. എന്തിനു പിടിച്ചു? നമുക്കറിയാം, നമ്മളൊരു ബാറ്ററി ഉണ്ടാക്കുമ്പോൾ എഫിഷ്യൻസി കൂട്ടി ഉണ്ടാക്കണം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യും? നല്ല ഏതാ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇത് എന്തിനാ പഠിപ്പിക്കുന്നത് ഇതൊക്കെ അല്ലെ? ഒരു ടെസ്ല എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ട് അല്ലെ, അതിനേക്കാളും നല്ലൊരു അല്ലെ, അതിനേക്കാളും അതൊക്കെ ചെറുതാവും. നിങ്ങൾ നോക്കി ഒരു 5-10 വർഷം കഴിയുമ്പോൾ ആ മനുഷ്യൻ മാറിപ്പോകും. ഓർത്ത് നോക്കാം. അതിനേക്കാളും നല്ലൊരു ബാറ്ററി നമ്മൾ കൊണ്ടുവന്നാൽ എന്ത് പറ്റും കേട്ടോ. ചൈനയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വേറെ സാധനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കോമ്പറ്റീറ്റർ ഒക്കെ വന്നു തുടങ്ങി. അറിഞ്ഞോ പുതിയ സാധനമൊക്കെ? അപ്പോ ശ്രദ്ധിക്കാം, ഇതില് സിമ്പിൾ ആണ് ആക്ച്വലി. വരുന്ന സമയത്ത് ഇതിലെന്താണ് ആക്ച്വലി? ഈ ഇലക്ട്രോഡ് ആദ്യം ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് പൈസ ഒന്നും നോക്കണ്ട. നമ്മൾ അല്ലാതെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ തമ്മിലുള്ള ഈ റോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഫ്ലോ അല്ലേ, നല്ല ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. ശരിയല്ലേ? ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഫ്ലോ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു കയ്യിൽ ഒരു വെള്ളമുണ്ട്, ഒരു വെള്ളം ഉണ്ട് ആക്ച്വലി. ഞാനിത് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആ വെള്ളത്തിന് എടുത്തു. ഇവിടെ ഒരു വെള്ളമാണ്, അത് ഞാൻ ഇവിടെ ഒഴിക്കുമ്പോൾ ഈ അവിടെ എത്തുന്നില്ല പെട്ടെന്ന് എന്ന് പറഞ്ഞ് ക്രിസ്സൊക്കെ ഇരിക്കുന്ന അവിടെ വരെ എത്തുന്നില്ല. ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു കാണിച്ചു തരാം. ഈ വെള്ളം ഞാൻ എടുത്ത് ഈ ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് താഴേക്ക് ഒഴിച്ചു. ഈ മോളിൽ നിന്ന് താഴേക്ക് എത്തിച്ചു. ഡിസ്റ്റൻസ് അവിടെ കൂടുതലാണ്, പക്ഷെ പെട്ടെന്ന് എത്തും. ശരിയല്ലേ? എന്തുകൊണ്ട് പെട്ടെന്ന് എത്തി? ഗ്രാവിറ്റി മാത്രമല്ലോ, എന്താണ് ആക്ച്വലി ഹൈറ്റ് കൂടുന്തോറും വരും. ഇവിടെ നിന്ന് ഒഴിച്ചത് അവിടെ എത്താത്തതിന്റെ കാരണം എന്താണ്? ആക്ച്വലി ഒരേ പ്ലെയിൻ ആണ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരേ ഡിഫറൻസ് ഉള്ളൂ. ഐഡിയ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ പോകണമെങ്കിൽ ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളൂ. സെയിം കാര്യം തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടി എന്ത് വരും? ഫ്ലോ കൂടും. ശരിയല്ലേ? നമ്മൾ സൂപ്പർ ചാർജർ കേട്ടല്ലേ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇതില്ലേ, ഇത് നമ്മളൊരു ബാറ്ററി ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ആദ്യത്തെ എത്രയായിരുന്നു? ലിഥിയം ബാറ്ററി കേട്ടോ. ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പൊ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ എന്താ ഉപയോഗിച്ചേ? ലിഥിയമാണ്. ഇവിടെ ഉപയോഗിച്ചത് ലിഥിയം. ഇപ്പുറത്ത് എന്ത് ഉപയോഗിക്കും? അപ്പൊ എല്ലായിടത്തും ലിഥിയം അയോൺ ബാറ്ററി ഫ്രണ്ടിൽ വരാൻ കാരണം എന്താ? ഇന്ന് പഠിച്ചാൽ എന്താ? ലിഥിയം അയോണിന്റെ എത്ര വാല്യൂ? -3.05. ടെസ്ലയുടെ വണ്ടി എന്ന് ഇവർ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ളതിലും അല്ലെ ഫോണിലും ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇവിടെ എന്ത് വരും? ഇവിടെ മെറ്റൽ ഉപയോഗിക്കണമെങ്കിൽ ഗോൾഡ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. കഥ മനസ്സിലായോ? ഡിഫറൻസ് കൂടെ. പോസിറ്റീവ് ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? കോപ്പർ, സിൽവർ, ഗോൾഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പെൻസ് കൂടും. അപ്പൊ പറ്റുമോ? ഇല്ല, മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കൊരു സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് നോക്കില്ല, റേറ്റ് നോക്കില്ല, അതനുസരിച്ച്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ടെസ്ല എന്ന് പറയുന്നതിന് കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ഒരു പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂറിനൊക്കെ ഇല്ലേ, ഫ്ലൂറിനൊക്കെ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റി?
അതാ അടിക്കുന്നത്, മനസ്സിലായി? കാരണം അത് ഒരു ഡിഫറൻസ് കിട്ടും. പക്ഷേ പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മളറിയാം, നമ്മുടെ കടലിലൊക്കെ എന്തുണ്ട്, സോഡിയം ക്ലോറൈഡ് ഒക്കെ ഇല്ലേ, ആ ക്ലോറൈഡിന്റെ പോളിമേഴ്സ് ഫോമിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ ഒരു ടെക്നോളജി നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, പഠനം കൊണ്ടുവന്നിട്ട് പുതിയതായിട്ട്. പക്ഷെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളാണ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംപ്ലിമെന്റ് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ അത് മാറും, ഡിഫറൻസ് കൂടും, അപ്പൊ ഫ്ലോ ആവും. അപ്പൊ ഈ നോട്ട് സെൽ എന്ത് വരും, ഇതേണ്ടോ, ഈ നോട്ട് സെല്ല് പരമാവധി ബെറ്റർ ആക്കി എടുത്തു. ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കോൺസെൻട്രേഷൻ അല്ലെ, പുറത്തു പോകാം. ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ ബേസ് ചെയ്തിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇല്ലേ, ലിക്വിഡ് ഏറ്റവും ബെറ്റർ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നേൺസ് ഇക്വേഷൻ പഠിക്കുന്നതിന്റെ പർപ്പസ് എന്ന് ഓർത്ത് വെച്ചാൽ എന്താണ്, ആ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും, വെറുതെ നേൺസ് ഇക്വേഷൻ ലിക്വിഡ് എന്തിനാണ് പഠിക്കുന്നത്, ആ ബാറ്ററി കേട്ടോ. പർപ്പസ് മനസ്സിലായി, പർപ്പസ് മനസ്സിലായല്ലോ. ബാറ്ററിയിലെ റോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. ഇത് എടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇതിന് ഗുഡ് വാല്യൂ കിട്ടി, നമുക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സലിലേക്ക് വരാൻ പറ്റി കഴിഞ്ഞാൽ അതായിരിക്കും ബെസ്റ്റ് ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. കൺസെപ്റ്റ് മോഡലൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ലോങ് ലൈഫും ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്ററിയിൽ മറ്റവർ നിൽക്കുന്നത്, മനസ്സിലായി? അല്ലാതെ ഇപ്പൊ നമുക്കൊരു ബാറ്ററി ഉണ്ടാക്കാൻ പറ്റും അതിനേക്കാളും നല്ലൊരു ബാറ്ററി, പക്ഷെ അതിന്റെ ലോങ് ലൈഫ് വിത്ത് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ ഇതിന്റെ റിയാക്ഷൻസ്, അത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. എങ്കിൽ മാത്രമാണ് അത് ബെസ്റ്റ് ബാറ്ററി അല്ലെങ്കിൽ ബെസ്റ്റ് റിപ്പീറ്റേഷൻ സൈക്കിൾ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ക്ലോക്ക് സൈസ് ഇത്ര നാള് അല്ലെ, പുറത്തു നോക്കാം. പുതിയതായിട്ട് വരുന്ന ടാറ്റ നെക്സൺ അവരെത്ര നാളാണ് അവർ പറയുന്നത് അവരുടെ ബാറ്ററി, അല്ലെങ്കിൽ ഓർ എത്രയാണ് 1,20,000 കിലോമീറ്റർ എന്താ പറയാ. ആ ക്ലോക്ക് സൈസ് എന്ന് പറയുന്നത് ആ ബാറ്ററിയുടെ ഒരു റീചാർജ് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചെത്തുന്ന ആ ക്ലോക്ക് സൈസിന്റെ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെയാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ബാറ്ററി ഉണ്ടാക്കാൻ അതാണ്, പക്ഷെ ആ ക്ലോക്ക് സൈസ് കൂട്ടണമെങ്കിൽ ഈ സംഭവം ഇതിന്റെ ഏരിയയിൽ ടോപ്പ് അപ്പ് ചെയ്ത് ഒരു പ്രിലിമിനറി ഇക്വേഷൻ ആണ്, അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി ആ സമയത്ത് കേട്ടോ. പുറത്ത് നോക്കാം. അപ്പോൾ പഠിപ്പിക്കുന്നതിന്റെ പർപ്പസ് ഒന്ന് നോക്കിയതാണ് ഈ ഇക്വേഷൻ ആദ്യം എടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ ഈ നോട്ട് സെൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാലോ. ഈ നോട്ട് സെൽ ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആണ്. അത് ഇവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ പിന്നീട് കിട്ടില്ല. ഈ സെൽ ഈ നോട്ട് സെല്ല് നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, അത് എഴുതി വെക്കണം. ഇനി ഇതിലെ വാല്യൂസുകൾ ഒന്ന് ഓർത്ത് വെക്കുക. എഫിന്റെ വാല്യൂ കാണാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. എഫ് മൈനസ് 5,000 എഫ് ആറിന്റെ വാല്യൂ കൊടുക്കണ്ട കേട്ടോ, ഓർത്ത്. കാരണം ഇതിൽ നിന്ന് അടുത്ത ഇക്വേഷനിലേക്ക് പോകും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഓർത്ത് വെക്കുക. അത് വേറെ സ്ഥലത്ത് ആവശ്യമില്ല. സി റേസ് ടു സി, ഡി റേസ് ടു ഡി, അതൊക്കെ എന്തായിരിക്കും ആക്ച്വലി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. എ റേസ് ടു എ ആൻഡ് പി റേസ് ടു ബി എന്തായിരിക്കും റിയാക്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ഇത് ആനോഡയോൺ ആയിരിക്കും എപ്പോഴും, അതും കൂടി ഒന്ന് ഓർത്ത് നോക്കിയത്. ഈ ന്യൂമറേറ്ററിൽ വരുന്നപ്പോൾ എന്തായിരിക്കും ആനോഡയോൺ, ഇതെന്തായിരിക്കും കാഥോഡ്. ഇനി ഈ ക്വസ്റ്റൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഗൈഡുകളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പല ഗൈഡുകളിലും ഈ മൈനസ് മാറ്റി ഒരു പ്ലസ് ആക്കും. അങ്ങനെ പ്ലസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതണ്ട, മൈനസ് മാറി പ്ലസ് ആകും. അങ്ങനെ വരുമ്പോൾ ഇത് മുകളിൽ വരും, ഇത് താഴെ വരും കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ഗൈഡൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ കണ്ടാലും പേടിക്കണ്ട കേട്ടോ. ഇവിടെ പ്ലസ് ആയ എന്ത് പറ്റും, ഇത് മുകളിൽ വരും, ഇതെന്തോ താഴെ വരും. ലോഗരിതമാണ് കേട്ടോ. അപ്പൊ ഈ ന്യൂമറേറ്റർ മുകളിലും ഡിനോമിനേറ്റർ താഴെ വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓർത്തുക, ഗൈഡുകൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് റോങ് ഒന്നുമില്ല, റൈറ്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് വെച്ചത്. ഇനി ഇതില് അടുത്ത ഇക്വേഷൻ ആണ്, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്, മാത്തമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ. അതാണ് ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.059 divided by n log c raised to c d raised to d divided by a raised to a and b raised to b. ഇത് ബോക്സിലാക്കി കേട്ടോ. ബോക്സിലാക്കി വെക്കുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതെന്താന്ന് നോക്കാം. ഇവിടെ ഈ 2.303 ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314. ദെൻ ടി ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്.
298 കെൽവിൻ. എഫിന്റെ വാല്യൂ 96500. അപ്പൊ ഇത്രയും വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് എല്ലാത്തിനും ഇങ്ങനെയായിരിക്കും വരിക. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി വരിക കേട്ടോ. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നേരത്തെ കണ്ടില്ലേ Zn is Zn 2 + 2 ഇലക്ട്രോൺ. അപ്പോൾ ആ 2 ഇലക്ട്രോൺസുകളൊക്കെയാണ് ഇവിടെ വരിക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി വരിക. D cell equal to E naught cell minus 0.059 by n log C raised to C, D raised to D, A raised to A and B raised to B. എഴുതിയോ? ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഒരു അപ്ലൈ ചെയ്തതിന്റെ ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് എഴുതി വെക്കാം. അതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്ന് എഴുതിക്കുന്നത് കേട്ടോ, കാരണം ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്ന് എഴുതി. എല്ലാവരും ഇത് എഴുതിയോ? ഇത് എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി കേട്ടോ. ക്വസ്റ്റ്യൻ എടുത്തില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇക്വേഷൻ അവർ തന്നു. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇ സെൽ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇ സെൽ. ഇ നോട്ട് സെൽ അവർ തന്നിട്ടുണ്ട്. ഇ നോട്ട് സെൽ ഈക്വൽ ടു 3.17. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇ സെൽ, ഇതാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3.1 ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എക്സാമ്പിൾ 3.1. എക്സാമ്പിൾ 3.1 ഇതാണ് ക്വസ്റ്റ്യൻ. Mg + 2Ag പ്ലസ് അതിന്റെ വാല്യൂ മോളാർ കോൺസെൻട്രേഷൻ ഇതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. Then Mg2 + 0.13 മോളാർ പ്ലസ് 2Ag. ആൻസറിൽ എഴുതുമ്പോൾ ഇത് രണ്ട് ഇക്വേഷനും ആദ്യം എടുത്തെഴുതണം കേട്ടോ. ആൻസർ പറയാൻ വേണ്ടി ആൻസർ എഴുതി വെക്കുക. ആൻസർ എഴുതുമ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് വീണ്ടും എഴുതുമ്പോൾ ഒന്നുകൂടി പഠിച്ചോളൂ കേട്ടോ. എല്ലാവരും എഴുതണം കേട്ടോ ഈ രണ്ട് ഇക്വേഷൻ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇതാണെന്ന് കണ്ട ഈ സെൽ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാം, ഇത് ബേസിക് ഇക്വേഷൻ ആണ്, ഇതാണ് നെയിംസ് ഇക്വേഷൻ. ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ എപ്പോഴും എഴുതാൻ ശ്രദ്ധിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ബോർഡ് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തുറന്നു നോക്കാം. 10th നമ്മള് പരിചയത്തിലുള്ള ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്തിടെ അയച്ചു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ മാർക്ക് കുറവായിട്ടാണ് അയച്ചു തന്നേക്കുന്നത്, റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. 10th ആണ്. അപ്പോൾ കണ്ടതിൽ ഉള്ള എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്തേക്കുന്ന ഫിസിക്സിലെ ഇക്വേഷനൊക്കെ പുള്ളിക്ക് അറിയാം. ഒരെണ്ണത്തിൻ്റെ എഴുതിയിട്ടില്ല. റെസിസ്റ്റൻസ് ഇക്വേഷൻ നമുക്കറിയാലോ, 1/r = 1/r. പാരലൽ ആണെങ്കിൽ 1/r1 + 1/r2 + 1/r3. അതൊന്നും എഴുതാൻ നേരെ എഴുതി വെച്ചേക്കാം. മനസ്സിലായി? നേരെ എഴുതി വെച്ചേക്കാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അതിൽ സബ് ഡിവിഷൻ ഉണ്ട്. ആദ്യത്തെ ഒരെണ്ണം തെറ്റി അല്ല, അത് 1/r = എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്ക് കിട്ടിയത് 1/4 ആണ്. 1/4 കിട്ടുമ്പോൾ r എത്രയായിരിക്കും? 4/1 4 ആണ്. അതിന് വരെ 1/4 ആണ്. അപ്പൊ അവിടെ നിന്ന് തൊട്ടി അത് മൊത്തം തെറ്റി. ബാക്കിയുള്ള എല്ലാം എഴുതി വെക്കുന്നത് കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് I കണ്ടെത്തണം, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ അവിടെ തെറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആ ഇക്വേഷൻ എഴുതാത്തതുകൊണ്ട്
അവൻ ആ ഇക്വേഷൻ എടുത്ത് എഴുതായിരുന്നു, ഇവനറിയാം, അതുകൊണ്ടാണ് അത് എഴുതിക്കണ കറക്റ്റ്. അപ്പൊ അവിടെ എറർ വന്നപ്പോൾ ആകെ ഒരു മാർക്ക് കിട്ടി, 4. അപ്പോൾ ഭയങ്കര ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇക്വേഷൻസ് ഇത് എഴുതാൻ മടി പെയിൻ എക്സാമിൽ കാണിക്കരുത്. ഇപ്പൊ തന്നെ ചെയ്തോളാം കേട്ടോ, ഓർത്തോക്കാം. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മടിയൊക്കെ മാറി തുടങ്ങും, പിന്നെ എക്സാമിന്റെ സമയത്ത് എഴുതി പോകും കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയണം. എന്ത് കണ്ടാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പരമാവധി ക്രിയേറ്റീവ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതില് ആദ്യം ഈ നോട്ട്സ് എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. ഇനി n കണ്ടെത്തണം, ഇതും കണ്ടെത്തണം. അപ്പൊ അതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ടൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, mg gives mg2+ ആണ് അല്ലെ. mg gives എന്താ എഴുതണം, mg2+. പ്ലസ് എത്രയാണ്, 2 അല്ലെ. മറ്റേത് എഴുതാം, മറ്റേത് എന്തായിരുന്നു, 2ag പ്ലസ് പ്ലസ് എത്രയാ, 2 ഇലക്ട്രോൺ ഗീവ്സ് എന്തോരം, 2ag. ഈ രണ്ട് സ്ഥലത്തും എത്ര ഇലക്ട്രോൺ വന്നിരിക്കുന്നത്, 2. അതുകൊണ്ട് n is equal to 2. ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. n is equal to 2. ഇനി ഒരു ടെസ്റ്റ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഡിഫറെന്റ് ആവണേ അതൊന്ന് കാണിച്ചു തരാം. ഈ mgക്ക് പകരം ഇതിവിടെ mg ഇരുന്നു, ഈ agക്ക് പകരം ഞാൻ a ഇടുകയാണെങ്കിൽ എന്ത് വരും, ഇവിടെ ഇത് ബാലൻസ് അവർ തരില്ല മിക്കപ്പോഴും. al 3+ gives al. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസം, ഇവിടെ mg2+ ഇത് ഇതുപോലെ തന്നെ കിട്ടും. ഇത് agക്ക് പകരം al ആയിരുന്നെങ്കിൽ എന്ത് വരും, al 3+ പ്ലസ് എത്ര ആയിരിക്കും, 3 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും, ശരിയല്ലേ. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇൻറ്റു 2 ചെയ്ത് 2 ഈക്വൽ ആക്കണം. മനസ്സിലായി, അത് മാത്രമേ ഉള്ളൂ ഇതിലെ ചലഞ്ചിങ്. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 3. ഈ ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 2. അപ്പൊ ഇവിടെ എന്ത് വരും, 3mg, ഇവിടെ 3mg2+, ഇവിടെ എത്രയാ, 6. ഇവിടെ എന്ത് വരും, 2al3+, ഇവിടെ എന്ത് വരും, 6 ഇലക്ട്രോൺ, ഇവിടെ എന്ത് വരും, 2. ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ n എത്രയാവും, 6. അങ്ങനെ വരും. മാത്രമല്ല ഇവിടെ ഈ ഫ്രണ്ടിലുള്ള വാല്യൂ മാറിക്കഴിഞ്ഞാൽ കണ്ടോ, c⁻c ഇതിന്റെ ഫ്രണ്ടിലുള്ള വാല്യൂ മാറും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചലഞ്ച് ആയിട്ട് തരാം. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും ആ ടൈപ്പ് ആവണമെന്നില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് ഇലക്ട്രോൺ കേട്ടോ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ 2 ആയത് എങ്ങനെയാ വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് n ഒക്കെ 2 കിട്ടി. അപ്പൊ ഇവിടെ ഇത് കിട്ടി. ഇനി നമുക്ക് ഇത് കിട്ടണം, ഇത് കിട്ടണം അല്ലെ, പുറത്ത് നോക്കാം. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എവിടെയാണ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് എന്താണ് ഈ ഇക്വേഷൻ, പ്രൊഡക്റ്റ് സൈഡ് ഏതാ, റൈറ്റ് സൈഡ്, ശരിയല്ലേ. പുറത്ത് നോക്കാം. ഇവിടെയുള്ള അയോൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഏതാണ് അയോൺ, mg. ഇത് സോളിഡ് ആണ്. സോളിഡ് എത്രയായിട്ട് എടുക്കാം, 1. അപ്പൊ എടുത്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായോ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ഉണ്ടോ, ഇവിടെ അയോണുകളുണ്ട് 2+, 3+, 1+, അങ്ങനെ ഉള്ളത് മാത്രം എടുത്താൽ മതി. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാ, 0.1. അപ്പൊ mg2+ അയോൺ ഡിവൈഡഡ് ബൈ a, ഇവിടെ എന്താ ഉള്ളത്, a അല്ല ag കേട്ടോ, 2ag പ്ലസ് ഇവിടെ എന്തായിരുന്നു, അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തെടുത്താൽ മതി, Ag പ്ലസ് റേസ് ടു എന്ത് വരും, 2. എന്തുകൊണ്ടാണ് Ag പ്ലസ് റേസ് ടു 2 വന്നത്, എന്തുകൊണ്ടായിരിക്കും Ag പ്ലസ് റേസ് ടു 2 വരാൻ കാരണം എന്തായിരുന്നു, അതുണ്ടോ c റേസ് ടു c, ഇതുണ്ടോ ഇവിടെ c, ഇതാണ് റേസ് ടു c എന്ന് എഴുതാനായിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ വല്ലതും ഉണ്ടോ, ഇല്ല. ഈ ഫ്രണ്ടിലുള്ള വാല്യൂ ആണ് ഐഡിയ മനസ്സിലായി. അപ്പൊ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പ്രൊഡക്റ്റ്. ഈ താഴെയുള്ളത് എന്തായിരിക്കും, ഈ Ag റേസ് ടു 2 വരാൻ കാരണം കേട്ടോ. അപ്പൊ നേരത്തെ കണ്ട ഇക്വേഷൻ, ഈ ഇക്വേഷനിലേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇനി എഴുതാൻ പോകുന്നത്. ഇത്രയും വരെ ഓക്കെ അല്ലേ. ഇനി സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ 2 ഇക്വേഷൻ എഴുതി, n കണ്ടെത്തി, അത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ബോക്സിൽ എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ എന്ന് എഴുതും, E0 സെൽ
മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n എത്രയായിരുന്നു 2 log c എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഇത് ഈ സൈഡ് അല്ലേ mg2 പ്ലസ് വാല്യൂ എനിക്ക് എടുത്ത് എഴുതാം ഇത് കണ്ടോ ഇങ്ങനെ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു ag പ്ലസ് റൈസ് ടു 2 കണ്ടോ റൈസ് ടു ag plus raised to ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം e cell equal to ഈ നോട്ട്സിന്റെ വാല്യൂ 3.17 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log എന്തായിരിക്കും mg2 plus എന്ന് പറയുമ്പോൾ 0.13 ഡിവൈഡഡ് ബൈ ag plus ന്റെ വാല്യൂ എത്രയായിരുന്നു 0.0001 ആണോ raised to 2 അടുത്ത സ്റ്റെപ്പിൽ ഒന്നും കൂടി അതിനെ ഷോർട്ട് ഫോം ആക്കാം ഈ സെൽ ഈക്വൽ ടു 3.17 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log 0.13 ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കുക 1 into 10 raised to എത്രയായിരിക്കും അത് 1 into 10 raised to minus 4 all raised to 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 10 raised to minus 8 10 raised to minus 8 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ദൂരം 10 raised to 8 കേട്ടോ നോക്കാം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ ലോഗ് കഴിഞ്ഞിട്ടുള്ള ഈ വാല്യൂ ഉണ്ടല്ലോ ഈ വാല്യൂ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് തരും ഇത് ഈ ലോഗ് ഇവിടെ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ല അത് എത്രയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ബുക്കിൽ തരും കേട്ടോ നോക്കാം കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ലോഗരിതം ബുക്ക് പണ്ട് അങ്ങനെയായിരുന്നു ലോഗരിതം ബുക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന മെത്തേഡാണ് അതല്ല ഇപ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് തരും ലോഗ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ട്രാക്കിൽ ഇപ്പോൾ ലോഗ് നിങ്ങൾക്ക് കിട്ടിയത് ലോഗ് 10 ആണ് തരുന്നത് ഒരു ലോഗ് 7 ലോഗ് 8 ലോഗ് 10 അങ്ങനെ 3 വാല്യൂ വരും അപ്പോൾ അതിൽ നിന്ന് പറയണം നിങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ ഓപ്ഷൻസ് 3 അല്ലെങ്കിൽ 2 ഒക്കെ ഇട്ടുണ്ടാവും അപ്പോൾ ഈ ഇത്രയും ഏരിയ നിങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഇത് ഇത്രയും വരെ ചെയ്യണം ഈ ലോഗ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ലോഗ് 7.13 ആണെങ്കിൽ അതിന്റെ വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും അത് നേരെ എടുക്കാം ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന്റെ ആൻസർ ഇവിടെ എഴുതിയിരിക്കുന്നത് 2.96 വോൾട്ട് ആണ് കേട്ടോ 2.96 വോൾട്ട് എങ്കിൽ പോലും ബേസിക് ലോഗരിതം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഓർത്ത് നോക്കാം ബേസിക് ലോഗരിതം അറിയാമല്ലോ കേട്ടോ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഇത്രയും വരെ എഴുതിയോ കഴിഞ്ഞ അടുത്ത ഇതിൽ ലോഗരിതത്തിന്റെ ഐഡിയ ഒക്കെ തരാം കേട്ടോ ഓർത്ത് നോക്കാം നമ്മള് അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം കേട്ടോ ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ നമ്മൾ ആ കണ്ടന്റ് ഒന്നും ഓർഡർ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ട് വരാം ഈ ചാപ്റ്റർ എടുത്തേക്കുന്ന ആദ്യം എന്തായിരുന്നു ഡാനിയൽ സെൽ അല്ലേ ഓർത്ത് നോക്കാം ഡാനിയൽ സെല്ലിൽ ഓർത്തിട്ടുള്ള മെയിൻ കാര്യം ലോൺ ആണ് ലോണിൽ എന്തായിരുന്നു ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റിവിറ്റി അത് കഴിഞ്ഞ റിഡോക്സ് കപ്പിൾ എന്ന് പറഞ്ഞ ടേം പറഞ്ഞു എന്തായാലും വോളിയം ഇൻ റിഡോക്സ് കപ്പിൾ ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് ടുഗദർ ഈസ് നോൺ ആസ് റിഡോക്സ് കപ്പിൾ അല്ലേ പിന്നെ ഗാൽവാനിക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഎംഎഫിന്റെ ഇക്വേഷൻ എഴുതി ഇഎംഎഫ് ഈക്വൽ ടു E naught cathode minus E naught അല്ലേ then next സെൽ റെപ്രസെന്റേഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതിയപ്പോ നമ്മൾ എന്ത് കണ്ടു ലെഫ്റ്റ് സൈഡിൽ എന്ത് എഴുതണം എന്നിട്ട് 2 ബാർ ഒക്കെ ഇട്ട് റൈറ്റ് സൈഡിലെ കാര്യം എഴുതി അത് കഴിഞ്ഞിട്ട് SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കേട്ടോ ഓർത്ത് നോക്കാം അത് കഴിഞ്ഞാൽ നേൺസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ട് വിടാം E cell equal to E naught cell minus 2.303 RT divided by NF log C raised to C D raised to D ഓക്കെ അല്ലേ അടുത്ത ക്ലാസ് മാത്രമേ കൂടി ഒന്ന് പഠിച്ചിട്ട് വേണം കേട്ടോ ഫൈനൽ ഇപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ